കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽതങ്കടയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ടായി. 2 മലയാളികളടക്കം 3 പേർ മരിച്ചു. ഒരു മലയാളി അടക്കം 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മലപ്പുറം സ്വദേശിയ ബഷീറിന്റെ ഫാമിലാണ് പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരിക്കുന്നത്. ഫാം ഉടമയടക്കം 2 പേർ കസ്റ്റഡിയിലാണ്. മനേഷ് മൂർത്തി, എന്താണ് വിശദാംശങ്ങൾ? അപകടം എങ്ങനെ ഉണ്ടായി എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചന നിലവിൽ ലഭ്യമാണോ? ഇത് ലൈസൻസോടുകൂടിയൊക്കെ പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണശാലയാണോ? സുഹൈൽ, അപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സാധാരണ നിലയിൽ പടക്ക നിർമ്മാണശാലകളിലൊക്കെ അല്ലെങ്കിൽ ഗോഡൌണിലൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണങ്ങളൊക്കെ കൃത്യമായി തന്നെ വളരെ വേഗത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ എന്നാലും ഇവിടുത്തെ ഈ ഒരു അപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളത് പോലീസ് തന്നെ പറയുന്നുണ്ട്. എന്തായാലും വൈകുന്നേരം 5:30 മണിയോടുകൂടിയാണ് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള ബെൽത്തങ്ങാടിയിലാണ് ഈ ഒരു അപകടം. ബെൽത്തങ്കടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അപകടം നടക്കുന്നത്. 3 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ 2 മലയാളികളുണ്ട്. പടക്ക നിർമ്മാണശാലയിലെ ജോലിക്കാരായിട്ടുള്ള സ്വാമി, അതുപോലെ തന്നെ വർഗീസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ഹസൻ സ്വദേശിയായിട്ടുള്ള ചേതൻ എന്നയാളും ഈ ഒരു അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഒരു മലയാളി അടക്കം 6 പേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് നമുക്കും ലഭിക്കുന്നത്. കാരണം ഈ ഒരു സ്ഫോടനത്തോടു കൂടി തന്നെ വളരെ ചെറിയ കെട്ടിടമായിരുന്നു. ആ കെട്ടിടം പൂർണ്ണമായും തന്നെ തകരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. 9 പേരാണ് ഈ ഒരു അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. എന്നാലും മലപ്പുറം സ്വദേശിയായിട്ടുള്ള ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഫാമിലുണ്ടായിരുന്ന ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പടക്ക നിർമ്മാണവും അതുപോലെ തന്നെ ഗോഡൌണും കൂടിയുള്ള ഒരു ശാലയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. ഇപ്പോഴും പോലീസും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയും പറയുന്നത് അപകടത്തിന്റെ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്തായാലും നടന്നു വരുന്നുണ്ട്. ഈ പറഞ്ഞ കെട്ടിടം എന്തായാലും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിനുശേഷം ഈ പറഞ്ഞ ഈ ഫാമിന്റെ ഉടമയും അതുപോലെ തന്നെ 2 പേരെ, ഫാം ഉടമ അടക്കം 2 പേരെ പോലീസും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. മാത്രമല്ല ഈ പറഞ്ഞ രീതിയിൽ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അനധികൃതമായിട്ടാണ് ഇവിടെ അധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അപകടത്തിന്റെ കൃത്യമായ കാരണം, ഇതെല്ലാം തന്നെ എന്തായാലും പോലീസും അന്വേഷിച്ചു വരികയുമാണ്. സുഹൈൽ, ശരി, പരിക്കേറ്റവർ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. മലയാളി നേതൃത്വത്തിലുള്ള പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ടായി, അതിൽ മരണമുണ്ടായി എന്ന ദുഃഖകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്.